നെക്സ്റ്റ് ബാങ്കിങ് എന്നൊരു ഭാഗമാണ്. ഇവിടെ നമുക്ക് ബാങ്കിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ടാലിയിൽ സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ചെക്ക് ബുക്ക് എങ്ങനെയാണ് ടാലിയിൽ എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഒരു ബാങ്കിന്റെ മൾട്ടിപ്പിൾ ചെക്ക് ബുക്കുകൾ എങ്ങനെ സെറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള വിവിധ കാര്യങ്ങളാണ് നമ്മൾ ബാങ്കിങ് എന്ന ഭാഗത്ത് പഠിക്കുന്നത്. ഈ ഒരു പ്രാക്ടീസ് വർക്ക് നമുക്ക് ടാലിയിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ PTM എന്ന കമ്പനി 3 ലക്ഷം ക്യാപിറ്റൽ റിസീവ് ചെയ്തിട്ടുണ്ട്. PTM ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ ക്രിയേറ്റഡ് ആണ്. ദെൻ വൗച്ചറിൽ നമുക്കൊരു റെസിപ്റ്റ് എൻ്റർ ചെയ്യാം. ഇവിടെ 3 lakh എന്നുള്ള ക്യാപിറ്റൽ റിസീവ് ചെയ്തതായി നമ്മൾ സേവ് ചെയ്തു. നെക്സ്റ്റ് എൻട്രി നോക്കാം. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് ഇൻ ആക്സിസ് ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റഡ് 1 lakh. ആക്സിസ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. വളാഞ്ചേരി ബ്രാഞ്ചാണ്. അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ്, അതുപോലെ ഒരു ചെക്ക് ബുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ചെക്ക് ലീഫിന്റെ നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ടാലിയിൽ എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റർ ചെയ്യുക എന്ന് നോക്കാം. അതിനുവേണ്ടി ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ പുതിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. പേര് നമ്മൾ ആക്സിസ് ബാങ്ക് എന്ന് കൊടുത്തു. ശേഷം അതിന്റെ ഗ്രൂപ്പ് ബാങ്ക് അക്കൗണ്ട് എന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ വരുന്ന ഇവിടെ നമുക്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, സ്വിഫ്റ്റ് കോഡ്, ബ്രാഞ്ച് നെയിം എല്ലാം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. അപ്പോൾ ഞാനിവിടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യാണ്. അക്കൗണ്ട് നമ്പർ കൊടുത്തു. ദെൻ IFSC കോഡ് ആക്സിസ് 856, അതുപോലെ തന്നെ സ്വിഫ്റ്റ് കോഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല, ഇന്റർനാഷണൽ ബാങ്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബ്രാഞ്ച്, ഇത്തരം കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യാം. ശേഷം സെറ്റ് ആൾട്ടർ ചെക്ക് ബുക്സ്, ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ചെക്ക് ബുക്കിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. 40/15/10 മുതൽ 40/15/29 വരെയുള്ള ചെക്ക് ലീഫുകളുള്ള ഒരു ചെക്കാണ്. അത് സെറ്റ് ചെയ്യാനായി ഈ ഒരു ഓപ്ഷന് യെസ് എന്നാക്കിയതിനു ശേഷം എൻ്റർ ചെയ്യുക. ഫ്രം നമ്പർ എന്നിടത്ത് നമ്മളെ ചെക്ക് ബുക്കിന്റെ ആദ്യത്തെ ലീഫിന്റെ നമ്പർ 40/15/10 അത് സെറ്റ് ചെയ്യാം. 40/15/10. അതുപോലെ തന്നെ ചെക്ക് ബുക്കിന്റെ ലാസ്റ്റ് ലീഫിന്റെ നമ്പർ 40/15/29. 40/15/29. നമ്പർ ഓഫ് ചെക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. നെയിം ഓഫ് ചെക്ക് ബുക്കിൽ ഞാൻ 1 എന്ന് കൊടുത്തു, മീൻസ് ഒന്നാമത്തെ ചെക്ക് ബുക്ക്. ഇനിയും ചെക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ആക്സിസ് ബാങ്കിന്റെ ചെക്ക് ബുക്കാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. മറ്റു ബാങ്കുകളുടെ ചെക്ക് ബുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പാടില്ല. ഇതേ ബാങ്കിന്റെ തന്നെ അടുത്തൊരു ചെക്ക് ബുക്ക് കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് സേവ് ചെയ്യാം. ദെൻ ഒരു ഈ ഒരു എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യാം. കോൺട്ര ടു ആക്സിസ് ബാങ്ക്. ആക്സിസ് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് 1 lakh ആണ്. ഇവിടെ നമുക്കൊരു ചെക്ക് നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല. നമ്മളെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണല്ലോ. ക്യാഷിന് കൊടുക്കാം, ഇവിടെ സേവ് ചെയ്യാം. ഈ കോൺട്ര എൻട്രി നമ്മളിവിടെ എൻട്രി ഒന്ന് മാറ്റാനുണ്ട്. ടു ക്യാഷ് ബൈ ആക്സിസ് ബാങ്ക് ആണ്, എൻട്രി മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 1 lakh കോൺട്ര എൻട്രി അടിച്ചിട്ടുണ്ട്. ദെൻ ബാങ്കുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷനുകളാണ് നമുക്ക് ഇനി എൻ്റർ ചെയ്യാനുള്ളത്. ഇവിടെ കമ്പ്യൂട്ടർ പർച്ചേസർ ആൻഡ് ഇഷ്യൂഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 40/10/15 എന്നൊരു ചെക്ക് നമ്മൾ ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ അവിടെ എഴുതി കൊടുത്തതാണ്. 25,000 രൂപയുടെ ചെക്കാണ് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക നോക്കാം. വൗച്ചറിൽ പേയ്മെൻറ്റ് വൗച്ചറിൽ പോവാം. ഇവിടെ ബൈ നമ്മൾ വാങ്ങിച്ചത് കമ്പ്യൂട്ടറാണ്, ഫിക്സഡ് അസറ്റ് ആണ്, 25,000. ദെൻ 2 എന്നെടുത്ത് ക്യാഷിന് പകരം നമ്മൾ ചെക്ക് ആണല്ലോ കൊടുക്കുന്നത്, ആക്സിസ് ബാങ്ക് എന്ന് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായി നമ്മളുടെ ഫസ്റ്റ് ചെക്ക് ഇവിടെ ഓട്ടോമാറ്റിക് വന്നു. ചെക്ക് നമ്പർ മാനുവലി എൻ്റർ ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കലി അതവിടെ ലോഡായി വരും. 40-15-10 ചെക്ക് നമ്പർ വന്നതായി കാണാം. സേവ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഇവിടെ റെന്റ് പെയ്ഡ് ബൈ ഗൂഗിൾ പേ 2500. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല. ബൈ റെന്റ്, ഇവിടെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് 2500 ടു ആക്സിസ് ബാങ്ക് എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം ബാങ്കിൽ നിന്നാണ്, ഗൂഗിൾ പേ ആണ് ക്യാഷ് പോയിട്ടുള്ളതിലും നമ്മുടെ ബാങ്ക് ആക്സിസ് ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം, ഓട്ടോമാറ്റിക്കായി ഇവിടെ ചെക്ക് നമ്പർ ലോഡ് ആയതായി കാണാം. എന്നാൽ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഇത്തരം കേസിൽ നിർബന്ധമായിട്ടും ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം ഈ ചെക്ക് നമ്പറിനെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുമ്പോൾ നമുക്ക് റോങ് ചെക്ക് നമ്പർ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ അടിച്ചു നോക്കാം. സാലറി പേ ടു റാഷിദ് ബൈ ഇഷ്യൂയിങ് ചെക്ക്. ഇവിടെ 40-15-11 എന്ന ചെക്ക് പ്രകാരം റാഷിദ് എന്ന സ്റ്റാഫിന് നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ട്. പേയ്മെന്റിൽ തന്നെ ബൈ റാഷിദ് സാലറി. തൽക്കാലം ഞാൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ കൊടുക്കുകയാണ്. 12,500 ബൈ ഫ്രം ആക്സിസ് ബാങ്ക് ആണ്. ഓട്ടോമാറ്റിക് ചെക്ക് നമ്പർ വന്നതായി കാണാം. 40-15-11 40-15-11 ചെക്ക് പ്രകാരം ഇവിടെ നമ്മൾ ഒരു സാലറി പേയ്മെന്റ് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ഓഫീസ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ഫോൺ പേ 500. ഇവിടെ നമുക്ക് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല, എന്നാൽ ബാങ്കിൽ നിന്നാണ് ക്യാഷ് പോയിട്ടുള്ളത്. ബൈ ഓഫീസ് എക്സ്പെൻസ് ആണ്. ഓഫീസ് എക്സ്പെൻസ് 500 rupees ആണ്. ടു ആക്സിസ് ബാങ്ക് ആണ്. ഇവിടെ ചെക്ക് നമ്പർ വന്നായി കാണാം, എന്നാൽ നമ്മൾ ചെക്ക് നമ്പർ അല്ല, ഫോൺ പേ വഴിയാണ് ക്യാഷ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ഇതിനെ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോവാം. വേജ് പെയ്ഡ് ബൈ ഇഷ്യൂയിങ് ചെക്ക് 40-15-12 എന്ന ചെക്ക് പ്രകാരം 1400 രൂപ വേജ് കൊടുത്തിട്ടുണ്ട്. എക്സ്പെൻസ് തന്നെയാണ്. ഞാനിവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് 1400 ടു ആക്സിസ് ബാങ്ക് ആണ്. ചെക്ക് നമ്പർ ശ്രദ്ധിക്കാം, 40-15-12. സെയിം, കറക്റ്റ് ആണ്. സേവ് ചെയ്യാം. ദെൻ അടുത്തതൊരു ക്യാഷ് എക്സ്പെൻസ് ആണ്, വാട്ടർ ചാർജസ്. നോർമൽ എൻട്രി ആണ്. ബൈ വാട്ടർ ചാർജസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എമൗണ്ട് 200 ടു ക്യാഷ് ആണ്. ദെൻ ഇതിന്റെ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള 40-15-10 മുതൽ 40-15-29 വരെയുള്ള ചെക്കിൽ നിന്ന് 2-3 ലീഫ് നമ്മൾ ഉപയോഗിച്ചല്ലോ. ഇനി ഈ ചെക്ക് ബുക്ക് നമുക്ക് എങ്ങനെ കാണാം, എത്ര ചെക്ക് ഇനി നമ്മുടെ കയ്യിലുണ്ട്, ഓരോ ചെക്ക് എന്തിനെല്ലാം ഉപയോഗിച്ചു, ഇത് നോക്കാനായി ബാങ്കിങ് എന്ന ഈ ഒരു മെനുവിനകത്താണ് കയറേണ്ടത്. ബാങ്കിങ്ങിലെ ചെക്ക് രജിസ്റ്റർ എന്ന ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആക്സിസ് ബാങ്ക് എന്ന് നമ്മളുടെ പേര്, ബാങ്കിന്റെ പേര് കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളുടെ ആ ഒരു ചെക്ക് റേഞ്ച് കാണിക്കുന്നുണ്ട്. അതിൽ 17 ചെക്കുകൾ അവൈലബിൾ എന്നും 3 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നും കാണിക്കുന്നു. ഇവിടെ നോട്ട് ഇൻ റേഞ്ച് എന്ന് കാണിക്കുന്നത് ചെക്കുമായി ബന്ധമില്ലാത്ത എന്നാൽ ഈ ബാങ്കിൽ നിന്ന് നടത്തിയ ഇടപാടുകളാണ്. അതായത് ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനത്തെ ഇടപാടുകളാണ്. ചെക്കിന്റെ ഇടപാടുകൾ മാത്രം റീഡ് ചെയ്യാനായി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഓരോ ചെക്കിന്റെ നമ്പറും അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നും അതിന്റെ ഇൻസ്ട്രുമെന്റ് ഡേറ്റ്, അതിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ് എല്ലാം ഇവിടെ കാണാം. ബാക്കിയുള്ള ചെക്കുകൾ അവൈലബിൾ എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ബാങ്കിന്റെ റിപ്പോർട്ട്, ചെക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കാം.